ഹലോ, വെറുതെ സോഷ്യൽ മീഡിയ ബ്രൗസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഇന്റർവ്യൂ കാണാനിടയായത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മുഖം തന്നെയാണ്. ഇറ്റ്സ് നില നമ്പ്യാർ. ഹലോ. അതെ, സോഷ്യൽ മീഡിയയെ തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നില നമ്പ്യാർ എന്ന വ്യക്തിയുടെ ഇന്റർവ്യൂ ആണ്. കൗമുദി ടിവിയിൽ വന്ന ഇന്റർവ്യൂ ആണ്. കൗമുദിയുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് അറിയാനുള്ള ഒരു കൗതുകം തോന്നി. ഇവർ എന്തുകൊണ്ട് ഈ ഫീൽഡിലേക്ക് വന്നു, എന്താണ് ഇതിനുള്ള പ്രചോദനം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊക്കെ. പക്ഷെ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, കാര്യങ്ങൾ ക്ലിയർ ആവുന്നതിൽ കൂടുതൽ കൺഫ്യൂഷൻ ആവുകയാണ് ചെയ്തത്. ഏതാണ് സത്യം, ഏതാണ് മിഥ്യ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ് ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ. ആദ്യം അവരുടെ പേരിൽ നിന്ന് തന്നെയാണ് കൺഫ്യൂഷൻ തുടങ്ങിയത്. പിന്നെ പല കാര്യങ്ങളിലേക്കും എന്റെ കൺഫ്യൂഷൻ നീണ്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുഴുവൻ ഇന്റർവ്യൂ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആരാ എന്താ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയാവും. നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിൽ പപ്പു ചേട്ടൻ ചോദിക്കുന്ന പോലെ എന്നെ നിന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ഗതിയിലായി ഈ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴുള്ള എന്റെ അവസ്ഥ. ആദ്യം നമുക്ക് അവരുടെ ചില കാര്യങ്ങളൊന്ന് കണ്ടു നോക്കാം. ഈ നിലാന്നാണോ പേര്? നില നമ്പ്യാർ. ഓക്കെ, പക്ഷെ ഞാൻ കേട്ടത് വേറൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു, പിന്നെ ഇങ്ങോട്ട് കൺവേർട്ട് ആയതാണോ? അതെ കൺവേർട്ട് ആയി. അപ്പൊ ഇപ്പോ ഹിന്ദു മതമാണ്, അതിലാണ് വിശ്വസിക്കുന്നത്. അതെ, മലപ്പുറത്ത് നിന്നുള്ള സാലിഹ നവാസ് എന്നോ ആസിയ നവാസ് എന്നോ മറ്റോ പേരുള്ള വ്യക്തിയാണ് പിന്നീട് നില നമ്പ്യാരായിട്ട് മാറിയത്. അതിന് കാരണം അവർ ഒരു ടീഷർട്ട് ഇട്ട ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു. ടീഷർട്ടും ഷോർട്സും ഇട്ട ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ചില ഫേസ്ബുക്ക് അമ്മാവന്മാർക്കോ അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കോ പലർക്കോ ഇഷ്ടപ്പെട്ടില്ല. തുടർന്ന് അവരെ മഹല്ല് കമ്മിറ്റി കൂടി കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കി. അതിനെ തുടർന്നാണ് അവർക്ക് മതം മാറേണ്ടി വന്നത്. അതല്ലാതെ അവരുടെ വിശ്വാസങ്ങളിൽ ഉണ്ടായ ഉലച്ചിൽ കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ അല്ല അവർ മതം മാറിയത്. അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് മതം കൈകടത്തിയപ്പോൾ, അവർക്കതിൽ താല്പര്യമില്ലാതായപ്പോൾ, അതല്ലെങ്കിൽ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴും മറ്റോ ആണ് അവർ മതം മാറിയതെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. താൻ മാത്രമല്ല, നടി അൻസിബ ഹസനും ഇതേ പ്രശ്നം നേരിട്ടിട്ടുണ്ട്. അവരെയും മതത്തിൽ നിന്ന് പുറത്താക്കിയതാണെന്ന്. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഏറ്റവും സൗകര്യപ്രദമായിട്ട്, ഏറ്റവും ഫ്രീ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളും സ്വന്തം സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ പറ്റുന്നത് ഹിന്ദുമതമാണെന്ന് കണ്ടു. അങ്ങനെ ഹിന്ദു മതത്തിലേക്ക് മതം മാറി എന്നാണ് ആസിയ പറയുന്നത്, അതല്ലെങ്കിൽ നിള നമ്പ്യാർ പറയുന്നത്. അപ്പോൾ ഈ നിള നമ്പ്യാർ മതം മാറിയപ്പോൾ നമ്പ്യാരും കൂടെ കിട്ടിയത് എങ്ങനെ എന്നും എനിക്ക് സംശയം വന്നു. ആ സംശയത്തിനുള്ള ഉത്തരം ഇതാ. പേര് ഇൻസ്റ്റാ പുതിയൊരു ഐഡിയ എടുത്തപ്പോൾ നിള നമ്പ്യാർ എന്ന് സ്വയമേ ഇട്ടതാണ്. പിന്നീട് അതിലോട്ട് അങ്ങ് കൺവേർട്ട് ആയതാണ്. അതെ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഐഡി തുടങ്ങിയപ്പോൾ ഒരു സെക്കൻഡ് നെയിം വേണം. അപ്പോൾ ആ സെക്കൻഡ് നെയിം, ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ചോദിക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ ആ ലാസ്റ്റ് നെയിം ഇട്ടതാണ് നമ്പ്യാർ എന്ന്. നിള നമ്പ്യാർ എന്ന് തന്നെ വേണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? എനിക്ക് സംശയം തോന്നി. ഇതേ സംശയം തന്നെ നമ്മുടെ ഇന്റർവ്യൂവർക്കും തോന്നി. ഇന്റർവ്യൂവർ ചോദിച്ചിട്ടുണ്ട്, അതിനുള്ള ഉത്തരവുണ്ട്, ഇതാ വരുന്നു. നമ്മൾ ആനകൾക്ക് പേരിട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് എപ്പോഴും ഹിന്ദു നെയിമാണ്. അതുപോലെ ഞാനും സ്വീകരിച്ചു. അവർക്ക് എന്തുകൊണ്ട് ഒരു മുസ്ലിം നെയിം, ക്രിസ്ത്യൻ നെയിം ഇടുന്നില്ല? അത്രയേ ഉള്ളൂ. അത് ഉത്സവങ്ങൾക്കല്ലേ ആന പോകുന്നത്? അതുകൊണ്ടാവും. ഉത്സവങ്ങൾക്ക് മാത്രമല്ലല്ലോ, പള്ളി പെരുന്നാളിന് പോവാറുണ്ട്. ആനയുണ്ടോ? അതെ, നിള നമ്പ്യാർ എന്ന് പേരിടാൻ കാരണം ആനകൾക്ക് പേരിടുന്ന കണ്ടിട്ടില്ല, എല്ലാം ഹിന്ദു പേരുകളായിരിക്കും. അതുപോലെ താനും ആ പേരിട്ടു എന്നത് മാത്രം. ആദ്യം മറുപടിയായിട്ട് അവതാരക പറയുന്നുണ്ട്, കാരണം ഉത്സവങ്ങളിലാണ് ആനയെ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഹിന്ദു പേര് വരുന്നത്. അപ്പോൾ അവർ മറുപടിയായിട്ട് പറയുന്നു, പള്ളിപ്പെരുന്നാളിന് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ മാഡം, ഒരു പ്രശ്നമുണ്ട് ഇവിടെ. പള്ളിപ്പെരുന്നാൾ 2-4 പള്ളിപ്പെരുന്നാളിന് മാത്രമായിരിക്കും ആനയെ ഉപയോഗിക്കുന്നത്. പക്ഷേ കേരളത്തിലെ 90% അമ്പലങ്ങളിലെയും ഉത്സവത്തിന് ആനയെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഉത്സവകാല സീസൺ എന്ന് പറയുന്നത്. ഉത്സവകാല സീസണിലാണ് ആനയ്ക്ക് ജോലി വരുന്നത്. പെരുന്നാൾ സീസണിൽ ആനയ്ക്ക് അധികം ജോലിയില്ല. ഉത്സവ സീസൺ ആകുമ്പോൾ ആനയ്ക്ക് ഏക്കത്തുകയും കൂടും, അതായത് ആനയ്ക്ക് റെന്റിനുള്ള ചാർജും കൂടും. കാരണം ഉത്സവകാലത്ത് ആന ബിസി ആയിരിക്കും. അതുകൊണ്ടാണ് ആനയ്ക്ക് ഹിന്ദു പേരിടുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നതിന് പകരം തെച്ചിക്കോട്ടുകാവ് മുസ്തഫ എന്നായിരുന്നു ആനയുടെ പേരെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലേക്ക് അതിനെ വിളിക്കുമോ തിടമ്പേറ്റാൻ? തെച്ചിക്കോട്ടുകാവ് മുസ്തഫ തിടമ്പേറ്റുന്നത് പലർക്കും പിടിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് മാത്രമാണ് ആനയ്ക്ക് ഹിന്ദു പേരിടുന്നത്. പിന്നെയും വേറെ റീസൺ വേണമെങ്കിൽ, കുറച്ച് കൊമീഡിയൻസ് മുമ്പ് പറഞ്ഞ റീസൺസും വേണമെങ്കിൽ പറയാം. പക്ഷേ എന്തായാലും ആനയ്ക്ക് ഹിന്ദു പേരിടാൻ കാരണം ഇത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം കൂടെ മാഡം ഓർക്കണം, ആനയുടെ പേര് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നാണ്, അല്ല തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നായർ എന്നല്ല. ഇവിടെ നിള എന്ന് മാത്രം മതിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് നിള നമ്പ്യാർ എന്നുള്ള പേര് വന്നത് എന്നെനിക്ക് സംശയം തോന്നി.
അപ്പോഴാണ് മഹിമ നമ്പ്യാരുടെ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗം ഞാൻ കണ്ടത്. അതിലവർ പറയുന്നുണ്ട്, ഒരു സർനെയിമും കൂടെ ഉണ്ടെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടും, കാരിയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ കാരിയർ ഗ്രോത്തിന് വേണ്ടി ആവാം അല്ലേ ഈ നമ്പ്യാർ എന്നുള്ള പേര് ചേർത്തത്? എനിക്കുള്ളൊരു സംശയമാണ്. ആ സംശയം ഇന്റർവ്യൂവിന്റെ ബാക്കി ഭാഗം കൂടെ കണ്ടപ്പോൾ ഏറെക്കുറെ തീർന്നു. രശ്മി ചേച്ചി അറിയാവോ? ആ രശ്മി ആർ പുള്ളിക്കാരിൻ്റെ ശേഷം ഇപ്പം ഞാനാണ് മലയാളത്തിൽ അതിലൊന്ന് തിളങ്ങി നിൽക്കുന്നത്. അത് ഒരു നാടൻ വേഷത്തിലാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അതെ, രശ്മി ആർ നായരുടെ പിൻഗാമിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രശ്മി ആർ നായരുടെ പിൻഗാമിയാകുമ്പോൾ ഒരു നമ്പ്യാർ ചേർക്കേണ്ടത് അത്യാവശ്യമാണ്. ആ നമ്പ്യാർ എന്നുള്ള ഇതില്ലെങ്കിൽ ഒരു ബലമില്ല. ഒരു അപ്പർ കാസ്റ്റ് സുന്ദരി അല്ലെങ്കിൽ സവർണ സുന്ദരി എന്ന് കേൾക്കുമ്പോൾ എന്തായാലും ആൾക്കാർക്ക് കുറച്ചുകൂടെ ഇഷ്ടം തോന്നും. അതല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്താൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. മഹിമ നമ്പ്യാർ പറഞ്ഞ പോലെ ഈ കരിയർ ഗ്രോത്ത് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെയിമിംഗ് പൊളിറ്റിക്സ് എന്നൊരു സംഭവം തന്നെയുണ്ട്. ഈ സിനിമയിൽ തിരക്കഥ എഴുതുന്നവരോടോ കഥ എഴുതുന്നവരോടോ ചോദിച്ചാൽ മനസ്സിലാകും, സിനിമകളിൽ കഥാപാത്രങ്ങൾക്ക് പേരിടുന്നതിനാണ് കൂടുതൽ സമയം ചിലവാകുന്നത്. കാരണം ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായ ബലം വേണം, ആ കഥാപാത്രത്തിനുമായിട്ട് യോജിക്കുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഭരത് ചന്ദ്രൻ IPS എന്നതിന് പകരം സുരേഷ് IPS എന്നായിരുന്നെങ്കിൽ ആ രസം നിങ്ങൾക്ക് തോന്നുമോ? അതല്ലെങ്കിൽ ക്രിസ്റ്റഫർ മോറിയാട്ടി എന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന കൗതുകം അല്ലെങ്കിൽ രസം വേറൊരു പേരിൽ തോന്നുമോ? അപ്പോൾ ഈ പേരിടൽ ഒരു ചടങ്ങാണ് സിനിമയിലും കഥാപാത്രങ്ങളിലും. അതുപോലെ തന്നെ ജീവിതത്തിലും ഈ പേരിടുമ്പോൾ കുറച്ച് ബലമുള്ള, കുറച്ച് ശക്തമെന്ന് തോന്നിക്കുന്ന, കുറച്ച് സവർണത തോന്നിക്കുന്ന പേരിടുമ്പോൾ അതിന് റീച്ച് കൂടും എന്നാണ് മാഡം പറയാതെ പറയുന്നത്. ഇനിയുമുണ്ട് കൗതുകങ്ങൾ. മാഡം തന്റെ പ്രൊഫൈലിൽ പറഞ്ഞിരിക്കുന്നത് ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്നാണ്. അപ്പോൾ ഡിവോഴ്സ് ചെയ്ത ശേഷം, വിവാഹമോചനം നേടിയ ശേഷം ജീവിക്കാൻ ബുദ്ധിമുട്ട് തോന്നിക്കാണും, അതല്ലെങ്കിൽ മറ്റൊരു മാർഗം സെലക്ട് ചെയ്യാൻ പറ്റി കാണില്ല, മറ്റൊരു മാർഗവും കിട്ടിക്കാണില്ല, അതല്ലെങ്കിൽ ഈ മാർഗമാണ് കറക്റ്റ് എന്ന് തോന്നിക്കാണും. എന്തുകൊണ്ടാണെങ്കിലും വിവാഹമോചനത്തിന് ശേഷം അബലയായി നിന്ന, അശക്തയായി പോയ ഒരു സ്ത്രീ തിരഞ്ഞെടുത്ത വഴിയാണ് ഇതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അവിടെയും ഗൂഗിള് കളിച്ചു മാഡം ഇത് പറഞ്ഞപ്പോ. ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ചോദിക്കാം, ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് കണ്ടു. അപ്പോൾ അത് വെറുതെ ഒരു ആളുകൾക്കുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി കൊടുത്തതാണ്. അതായത് ഈ ഡിവോഴ്സ്ഡ് എന്നുള്ള ഒരു ടാഗ് ലൈൻ കാണുമ്പോൾ കൂടുതൽ അതെ ആളുകൾ ഫോക്കസ് ചെയ്ത് വരും, അത്ര തന്നെ. ആക്ച്വലി അതൊരു നെഗറ്റീവ് സ്ട്രാറ്റജി അല്ലേ? അതെനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല വേറെ. അതെ, മാഡം ഡിവോഴ്സി അല്ല, ഭർത്താവും 2 മക്കൾക്കുമൊപ്പം സുഖമായിട്ട് കഴിയുന്നു. അപ്പോൾ ഈ ഹാപ്പിലി ഡിവോഴ്സ് എന്ന് ബയോയിൽ കാണിച്ചിരിക്കുന്നത് അതും മാർക്കറ്റിംഗ് ആണ്. ഈ പറഞ്ഞു വരുമ്പോൾ ഈ നമ്പ്യാരും ഡിവോഴ്സിയും എല്ലാം മാർക്കറ്റിംഗ് ആണ്. എല്ലാം തന്റെ റീച്ച് കൂട്ടാനുള്ള, ആൾക്കാരെ പറ്റിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. ഇങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്ത് എവിടം വരെ എത്തും എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ഫോളോവേഴ്സിന്റെയും സബ്സ്ക്രൈബേഴ്സിന്റെയും ഒക്കെ ലിസ്റ്റ് അല്ലെങ്കിൽ കൗണ്ട് നോക്കിയപ്പോൾ മനസ്സിലായി നല്ല റീച്ച് ഉണ്ട്, നല്ല പോലെ ക്ലിക്ക് ആവാൻ ഈ പേരും ഈ സ്റ്റാറ്റസും ബയോയും ഒക്കെ സഹായിക്കുന്നുണ്ടെന്ന്. അവ പേരിലും തന്റെ മറൈറ്റൽ സ്റ്റാറ്റസിലും എല്ലാം കള്ളങ്ങൾ വാരി വിതറിയ ഒരാളുടെ ഇന്റർവ്യൂ കൂടുതൽ കണ്ടുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, സത്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല എന്ന് തോന്നിയുകൊണ്ട് തന്നെ ഞാൻ അവിടെ വെച്ച് നിർത്തി. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവാം, ഫേക്ക് ഐഡിയിൽ വരുന്നവരെങ്ങനെ, അല്ലെങ്കിൽ ഫേക്ക് ഐഡി ഉണ്ടാക്കുന്നവർ സത്യമൊന്നും വിളിച്ചു പറയുന്നില്ലല്ലോ, അവർ ഫേക്ക് ഐഡിയിൽ വന്ന് അനാവശ്യങ്ങളും പറയുന്നുണ്ടല്ലോ. അതെ, ഫേക്ക് ഐഡി ഉള്ളവർ ഫേക്കന്മാർ തന്നെയാണ്. അവർക്ക് പ്രത്യേകിച്ച് അസ്തിത്വമോ വ്യക്തിത്വമോ ഇല്ല. അതുപോലെ അല്ല ഇവിടുത്തെ കാര്യം. ചിലരെങ്കിലും ആഭാസത്തരം എന്ന് കരുതുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഒരു മതത്തെ കൂട്ടുപിടിക്കുമ്പോൾ ആ മതത്തിലുള്ളവർ ചോദിക്കാം, നിങ്ങൾക്ക് ആഭാസം കാണിക്കാൻ വേണ്ടിയാണോ ഞങ്ങളുടെ മതം? അതേസമയം തന്നെ ഇവർ മുൻപ് മുസ്ലിം ആയിരുന്നു, അപ്പോൾ മുസ്ലിം മതത്തിൽപ്പെട്ടവർ ചോദിക്കാം, ഞങ്ങളുടെ മതത്തിൽ എന്താ സ്വാതന്ത്ര്യമില്ലേ, അതുകൊണ്ടാണോ നിങ്ങൾ ഹിന്ദു മതത്തിലേക്ക് പോയി ഈ ആഭാസം കാണിക്കുന്നതെന്ന്? ഇതേ അഭിപ്രായം ഇവർ പറയുന്നുണ്ട്. തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് മഹല്ല് കമ്മിറ്റിയോ മറ്റോ പുറത്താക്കിയെന്നൊക്കെ. അപ്പോൾ അതിന് എതിരഭിപ്രായം പറയുന്നവരും ഒട്ടനവധിയാണ്. അവർ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്താലൊന്നും ആരും കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കില്ല എന്നാണ്. സത്യം എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും തന്റെ ജീവിതം ജീവിക്കാനായിട്ടാണ് അവർ മതം മാറിയത്, അല്ലെങ്കിൽ മതം മാറിയിട്ടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അവർ പേര് മാത്രമേ മാറിയിട്ടുള്ളൂ, മറ്റ് യാതൊന്നും മാറിയിട്ടില്ല. അവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസിന് ഒരു പേര് വേണമായിരുന്നു. ആ പേര് നിള നമ്പ്യാർ എന്ന പേര് സെലക്ട് ചെയ്തു എന്ന് മാത്രം. അതല്ലെങ്കിൽ അവിടെ മറ്റു കാര്യങ്ങൾ, അവിടെ വിശ്വാസങ്ങളും ദൈവചിന്തകളും ഒന്നും മാറിയിട്ടില്ല. തന്റെ മതത്തിലുള്ളവർ എതിരാണ് എന്ന് കണ്ടപ്പോൾ ഒരു രക്ഷയ്ക്ക് വേണ്ടി, അതല്ലെങ്കിൽ തനിക്ക് ഫ്രീ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മറ്റു മതത്തിലൊരു പേരും അതിലൊരു സർനെയിമും സെലക്ട് ചെയ്തു എന്ന് മാത്രം. ഈ സർനെയിം കൊണ്ട് അവർക്ക് മൈലേജ് കിട്ടി എന്നത് സംശയമൊന്നുമില്ല.
നിള നമ്പ്യാർ എന്ന പേരുള്ള ശാലീന സുന്ദരി, അവർ പറയുന്ന പോലെ നാടൻ ഫോട്ടോഷൂട്ടിൽ വന്ന വ്യക്തിയാണ്. രശ്മി ആർ നായർക്ക് ശേഷം നാടൻ ഫോട്ടോഷൂട്ട് ഏറ്റവും ക്ലിക്കായ വ്യക്തിയാണ് നിള നമ്പ്യാർ എന്നാണ് അവർ സ്വയം പറയുന്നത്. എന്തായാലും അങ്ങനെ വരുമ്പോൾ ഈ നമ്പ്യാർ എന്നുള്ള പേര് ഒരു ശാലീനത സമ്മാനിക്കുന്നുണ്ട്. ആ ശാലീന സൗന്ദര്യത്തിലൂടെയാണ് അവർ കൂടുതൽ റീച്ച് ക്രിയേറ്റ് ചെയ്തത് എന്നാണ് സത്യം.